സാർ സാറെന്താ എന്നെ വിളിച്ച അത്യാവശ്യമായിട്ട് വരാൻ പറയുന്നതാണ്? അല്ല, സാറാണ് ഈ പടത്തിന്റെ ഡയറക്ടർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ആ കടയിൽ നിന്ന് നായികന് കടന്നു വരുന്ന സീനാണ്. നമ്മള് ആ കടയിൽ നിന്ന് ഇങ്ങനെ വരുമല്ലേ, പക്ഷെ ആ കടയിൽ നിന്ന് വരാൻ പറ്റത്തില്ല. ഞാൻ ആ കടയിൽ പൈസ കൊടുക്കാം. സാറേ എനിക്കൊരു സംശയമുണ്ട്. സാർ എന്താ ഇങ്ങനെ പിടിക്കണതിന്റെ ഇതെന്താണത്? ഇങ്ങനെ പിടിക്കുന്നത് എല്ലാ സംവിധായകരും ഇങ്ങനെ പിടിക്കാറില്ല. അതായത് ഒന്നെങ്കിൽ പടം പൊട്ടും അല്ലെങ്കിൽ വിജയിക്കും. അതാണ് ഇതിന്റെ അർത്ഥം. അതാണ് ഇങ്ങനെ പിടിക്കുന്നത്. സാറേ മറ്റേ കണക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും പ്രൊഡ്യൂസർ പ്രത്യേകം പറഞ്ഞു ഇന്ന് രാത്രി കണക്ക് ഏൽപ്പിക്കണമെന്ന്. സാറേ ഞാൻ പറഞ്ഞ കണക്ക് വളരെ കൃത്യമായിട്ട്. സംഗീതം ചെയ്ത ആൾക്ക് 30,000 രൂപ കൊടുത്താ നമ്മള്. സംഗീതം ചെയ്യുന്ന ആൾക്ക് മ്യൂസിക് ഡയറക്ടറിന് 30,000 രൂപ കൂടെ കൊടുത്താ. എടോ അയാൾ 15,000 രൂപയ്ക്ക് സമ്മതിച്ചല്ലേ? അയാൾ 15,000 രൂപക്ക് സമ്മതിച്ചാണ്, ശരിയാണ്. അയാൾ താമസിച്ച ഹോട്ടലിൽ പോയി അയാൾ സംഗീതം ചെയ്ത് അവിടെ സ്ഥിരം താമസിച്ചിരുന്ന അവിടെ ഇറങ്ങിപ്പോയി. അവരുടെ 15,000 കൂടി ഞാൻ തീർത്തിട്ടുമാണ് വന്നേക്കണത്. മനസ്സിലായ? രണ്ട് മാസം 40,000 രൂപ കൊടുത്താ. 2 മാസത്തിന് 40,000? 40,000 രൂപ ഞാൻ കൊടുത്തു. എടോ അയാൾ 15,000 രൂപയ്ക്ക് സ്റ്റണ്ട് ചെയ്യാമെന്ന് സമ്മതിച്ചു. ശരിയാണ്, 15,000 രൂപ ഏറ്റാണ്. 25,000 രൂപ എന്നോട് ഇടിച്ചു മേടിച്ച്. അറിയാമോ? അത് പോട്ടെ, അവിടെ നമ്മുടെ ഡാൻസ് മാഷിന് 30,000 രൂപ കൊടുത്താ. ഡാൻസ് മാസ്റ്റർക്ക്? എന്റെ പൊന്ന് സാറേ, ഡാൻസ് മാഷിന് 30,000 രൂപ നമ്മൾ കൊടുത്തില്ലേ? 30,000 കൊടുത്തേ? ഡാൻസ് മാസ്റ്റർ 10,000 രൂപയ്ക്ക് സമ്മതിച്ചു. അറിയോ? എന്റെ പൊന്ന് സാറേ, ശരിയാണ്, 10,000 രൂപക്ക് സമ്മതിച്ചതാണ്. പക്ഷെ അയാൾക്ക് ഇവിടെ ഇത് ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി 20,000 രൂപ ചെലവാക്കിയിട്ടാണ് ഈ പടത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ലോ ബഡ്ജറ്റ് ഇത്ര നമുക്ക് ബിഗ് ബഡ്ജറ്റ് ഇത്ര ആക്കി എടുക്കാന്ന് പറഞ്ഞില്ലേ? അത് ശരി. അപ്പൊ ബിഗ് ബഡ്ജറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ ശരിയായിക്കോളും. സർ എന്താ ഇത്? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു. ചെയ്തോളൂ. ആരെ? എന്നെ. സാറിനെ അല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഈ കാടിന്റെ മക്കളുടെ നായകനെ ഉദ്ദേശിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിനെയാണ്. ഞാൻ നായകനല്ല, ഡയറക്ടറാ. എന്തു ആയിക്കോട്ടെ, എങ്കിലും ഞാൻ സാറിനെ ഉദ്ദേശിച്ചിട്ടില്ല. സാർ മാഡത്തിന് 5 മിനിറ്റത്തേക്കിന് ഒരു കാര്യമുണ്ട്. ഈ ഷൂട്ടിങ്ങിനിടയിൽ നമ്മൾ ഇന്റർവ്യൂവിന്റെ സമയം തരാറില്ല. എനിക്കൊരു 5 മിനിറ്റ് മതി സാർ. മാഡം ഒരു പുതുമുഖമായതുകൊണ്ട് മാത്രമാണ് ഞാൻ സമയം അനുവദിക്കുന്നത്. എനിക്ക് 5 മിനിറ്റ് മതി. വളരെയാണ്, വളരട്ടെ. കുഴപ്പമില്ല. എനിക്ക് 5 മിനിറ്റ് മതി സാർ. പെട്ടെന്ന് മാറണം കേട്ടോ. ഓക്കെ സാർ. ഗുഡ് മോർണിംഗ്. അതെ, ഞാൻ ഈ ചന്ദ്ര ടിവിയുടെ സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്ന പ്രോഗ്രാമിൽ നിന്ന് വരികയാണ്. അപ്പം മാഡത്തിന് മാഡം ഇപ്പോഴത്തെ ഈ സമയത്ത് മാഡം ഇത്ര ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പം മാഡത്തിന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് പ്രേക്ഷക മുഖേന എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ. ഈ പ്രോഗ്രാമിന്റെ പേരെന്താണ്? സിനിമയ്ക്ക് സ്കോപ്പ് ഇല്ല എന്നുള്ള പേര്. ഞാൻ എപ്പോഴേക്കോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആണല്ലേ? ഇതുവരെ സംപ്രേഷണം ചെയ്ത് തുടങ്ങിയിട്ടില്ല. വേറെ പ്രോഗ്രാം ആയിരിക്കും. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ചോദിച്ചോളൂ. മാഡം, ഈ സിനിമയെ കുറിച്ച് എന്താണ് ധരിക്കുന്നത്? ഇപ്പോ എന്ത് ധരിച്ചാലും സിനിമയിലൊന്നും ധരിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള കാര്യം. അത് പോട്ടെ. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ മാഡത്തിനെ കാണാൻ വന്നപ്പോ മാഡത്തിന്റെ സംസാരിക്കുന്ന ഒരു തത്ത ഉണ്ടായിരുന്നില്ലേ? ആ തത്തയുടെ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത് കേട്ടോ. വൃത്തികെട്ട തത്ത. ഞാൻ പാലും പഴവും കൊടുത്ത് വളർത്തിയാണെന്ന് ഒരു വിചാരം അതിന് വേണ്ടേ? എന്നെ മേക്കപ്പ് ഇട്ട് കാണുമ്പോ ആ തത്ത എന്നെ ആന്റിന്ന് വിളിക്കും. മേക്കപ്പ് ഇടാണ്ട് കാണുമ്പോ എന്റെ അമ്മൂമ്മയെന്ന് വിളിച്ചേക്കണം ആ തത്ത. കൊഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞ. നല്ല വിവരമുള്ളൊരു തത്തയായിരുന്നു, അതിനെ കൊന്നു കളഞ്ഞ്. പിന്നെ മാഡം, ഞാനൊരു സംഭവം ആലോചിക്കായിരുന്നേ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടോ. എന്ന് വെച്ചാൽ മാഡം ഒരു തുണിക്കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചിട്ട് മാഡം ചെന്നില്ല എന്നുള്ളൊരു സംഭവം കേട്ടോ. എന്താണത്? ഒരിക്കലും നമുക്ക് ഈ വസ്ത്രത്തോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ പറ്റില്ലാത്ത പോകാൻ പാടില്ല. താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ നല്ലത്? അതെ, കറക്റ്റാണ്. പക്ഷെ ഞാൻ വേറെ സംഭവം കൂടെ അറിഞ്ഞു മാഡം. മാഡം പുതിയൊരു വീട് പണിതെന്ന് ഞാൻ കേട്ടു. പക്ഷെ അതല്ല വീട് പണിതല്ല വാർത്ത. 3 നിലയുള്ള വീടാണ്. അതല്ല വാർത്ത. ആ വീടിന് ബാത്റൂം ഇല്ല എന്നുള്ളതാണ് ഒരു ഭയങ്കര ഹോട്ട് ന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഒരു ഹോട്ട് ന്യൂസ് ആയിട്ട് എല്ലാ ചാനൽസിലും എല്ലാ മാഗസീൻസിലും ഒക്കെ വന്നിരുന്നു. അത് സത്യമാണ് കേട്ടോ. എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം? അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും ഒരു 5-6 കുളിസീനോളം ഉണ്ടാവാറുണ്ട്. ഒരു ബാത്റൂമിന്റെ ആവശ്യമില്ലല്ലോ. ഈ 5-6 കുളിസീനൊക്കെ അഭിനയിക്കുമ്പോൾ മാഡത്തിന് പനി ഉണ്ടാവത്തില്ലേ? അതെങ്ങനെ വരാൻ? എനിക്ക് പണ്ട് കക്കാവ അല്ല
അല്ല ഞങ്ങക്ക് വീട്ടിൽ എനിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് ബോട്ടിംഗ് എന്റെ ഹോബി ആയിരുന്നു. അപ്പൊ അതിനെല്ലാം പോകുമ്പോ സ്വിമ്മിംഗ് ഹോബി ആയതുകൊണ്ട് വെള്ളത്തിൽ തന്നെ പ്രോബ്ലം ഉണ്ടാവാറില്ല. പിന്നെ മാഡം, ഇനി ഞാൻ അടുത്ത് ചോദിക്കാൻ പോകുന്ന ചോദ്യം എല്ലാ സിനിമാ താരങ്ങളോടും ചോദിക്കാൻ അവരാഗ്രഹിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതുമായ ഒരു ചോദ്യമാണ്. ഈ നവരസത്തെ കുറിച്ച് മാഡത്തിന്റെ അഭിപ്രായം? എനിക്ക് വലിയ ഇഷ്ടമില്ല. എനിക്ക് തക്കാളി രസമാട്ടോ ഇഷ്ടം, നല്ല കുരുമുളകൊക്കെ ചേർത്ത്. എന്ത് സുഖമായിരിക്കും അറിയോ വയറ്റിന്. നമുക്ക് ഓടി നടന്നങ്ങ് അഭിനയിക്കാൻ പറ്റും, നല്ല പാറി പറന്ന് നടന്നിട്ട്. അതെ അല്ലേ? ദൈവമേ. മാഡം, ഈ പത്മശ്രീയെ കുറിച്ച് എന്താണ് മാഡത്തിന്റെ അഭിപ്രായം? അവളെ കുറിച്ച് മാത്രം എന്റെ അടുത്ത് ചോദിക്കരുത്, വൃത്തിയായിട്ടവള്. അവളൊരു മാഗസീനിൽ എഴുതിയിരിക്കുന്നു എനിക്ക് 22 വയസ്സായെന്ന്. ഓരോ എനിക്ക് 3 കുട്ടികളുണ്ടെന്ന്. എനിക്കത് എങ്ങനെ ഫീൽ ചെയ്യും ആലോചിച്ച് നോക്കൂ. മാത്രം ചോദിക്കരുത്. അവൾ എവിടെ കണ്ടിരുന്നെങ്കിൽ ആളെ വിട്ട് തല്ലിക്കാൻ ഏർപ്പാട് ഞാൻ ചെയ്യും. നോക്കിയോ? സോറി, ഒരു നിമിഷം ഞാൻ ചോദിച്ചോളൂ. മാഡം, ഈ വണ്ടി ചെക്കിനെ കുറിച്ചുള്ള മാഡത്തിന്റെ അഭിപ്രായം എന്താ? എനിക്ക് അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. നമ്മളിപ്പോ വണ്ടിക്ക് ഇന്ന് മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കാശ് കൊടുക്കേണ്ടി വരും അല്ലേ? ചെക്ക് മേടിക്കാൻ പോകുമ്പോ അവരിങ്ങോട്ട് വണ്ടിക്ക് വന്ന് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കാശിനാവും. കാലും കെട്ടിയിരുന്ന ചെക്ക് 2 കൈ നീട്ടി മേടിക്കാനും പറ്റും. അതിലും നല്ലത് എന്റെ പോളിസി അനുകരിക്കണം സിനിമാ നടിമാർ ആരാണെങ്കിലും അല്ലേ? പിന്നെ മാഡം, മാഡത്തിന് ഈ അടുത്തിടെ ഒരു അവാർഡ് കിട്ടിയത് കേട്ടല്ലോ, എന്താണ് അതിനെ കുറിച്ച് ഒന്ന് 2 വാക്ക് സംസാരിക്കണം മാഡം. സത്യത്തിൽ ആ അവാർഡ് പ്രേക്ഷകരെനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട്. എനിക്ക് എനിക്ക് അവര് മനസ്സറിഞ്ഞ് നൽകിയൊരു ഇതായിരുന്നു. അതായത് ഞാൻ 5 വർഷം ഈ ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നിരുന്നു. ഇപ്പൊ ഞാൻ വന്നിട്ട് 1 മാസമേ ആയിട്ടുള്ള ഫീൽഡിലേക്ക്. ഇപ്പൊ തന്നെ ഞാൻ 15 പടത്തോളം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഞാൻ 5 വർഷം ഫീൽഡിൽ നിന്ന് വിട്ടു നിന്നല്ലോ, അതിന്റെ സന്തോഷത്തില് പ്രേക്ഷകരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി എനിക്ക് തന്ന ഒരു അവാർഡായിരുന്നു. തീർച്ചയായിട്ടും വളരെയധികം പ്രശസ്തി എനിക്കതിൽ നിന്ന്. മാഡം, പിന്നെ വേറൊരു സംഭവം ഞാൻ കേട്ടത് എന്നറിയോ? എന്നോട് ദേഷ്യം തോന്നരുത്. മാഡത്തിന് മാർക്കറ്റ് ഇല്ല എന്നൊരു സംഭവം ഒരു ഗോസിപ്പ് ഞാനിങ്ങനെ കേട്ടത്, സത്യമാണോ ഇല്ലെന്ന്? ഇത് പറയും, അതെനിക്കറിയാം. പത്മശ്രീ നേരത്തെ പറഞ്ഞവള്, അവൾ ഉൾപ്പെടെ ഉള്ളവർ ഇത് അറിയാവുന്നതുകൊണ്ടാണ് കഴിഞ്ഞ പടം കമ്മിറ്റ് ചെയ്തപ്പോ ഒരു മീൻ മാർക്കറ്റ്, ഒരു പച്ചക്കറി മാർക്കറ്റ് ഞാൻ പറഞ്ഞ വില കൊടുത്തല്ലേ അങ്ങ് മേടിച്ചത്. എനിക്കറിയാം ഇത് അവളുമാരത് പറയൂന്നുള്ളത്. അല്ലെങ്കിൽ എന്നോട് അസൂയുള്ളവരാണല്ലോ ഈ ഫീൽഡിലുള്ളവരെല്ലാം. തീർച്ചയായിട്ടും അസൂയപ്പെട്ടാ പറ്റത്തുള്ളൂ. സൗന്ദര്യം, എന്തൊരു ബുദ്ധി. മാഡം, ഈ ഭക്ഷണക്രമം എങ്ങനെയാണ്? അതായത് ഇപ്പൊ സിനിമ വരുന്നതിന് മുമ്പ് നമ്മൾ സിനിമയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു അമിത വണ്ണം ഉണ്ടാകാനായിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യൂല. ഈ ഭക്ഷണക്രമം സിനിമയ്ക്ക് മുൻപും പിൻപും, അതായത് വന്നതിന് ശേഷവും മുൻപുമുള്ള ഭക്ഷണക്രമം. പണ്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പാണെങ്കിൽ നന്നായിട്ട് ഡയറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും ഡയറ്റിങ് എന്റെ ഒരു ഹോബി തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പൊ സിനിമയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് കഞ്ചി കപ്പ ലൈക്ക് ദാറ്റ് നോ. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം അതാണല്ലോ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. അതൊക്കെയായിരുന്നു ഇഷ്ടം. പക്ഷെ ഇപ്പൊ ഫ്രൈഡ് റൈസും ന്യൂഡിൽസും ഒന്നും ഇല്ലാണ്ട് എനിക്ക് ഒട്ടും മുമ്പോട്ട് മാറ്റില്ല. പിന്നെ ചിക്കൻ 65 മൈ ഫേവറേറ്റ്, എല്ലാ നേരവും എനിക്കത് വേണം. പിന്നെ എനിക്കൊരു നിർബന്ധമുള്ളത് 1 hour വിട്ട് ഫ്രഷ് ജ്യൂസ് വേണം കേട്ടോ. അത് നമ്മുടെ കോംപ്ലക്ഷൻ, മുസംബി, പിന്നെ പെനാപ്പിൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കോംപ്ലക്ഷൻ എല്ലാം നന്നായിട്ട്. ചുമ്മാ നല്ല 5 പടത്തിലാണ് വെച്ചേക്കുന്നത്. മാഡം, വേറെ സംഭവം ചോദിച്ചോട്ടെ? മാഡം, ഈ ഒന്നും തോന്നരുത്, ഈ സൗന്ദര്യം നിലനിർത്തുന്നത് എങ്ങനെയാ? അത് സൗന്ദര്യം നിലനിർത്താൻ നമ്മൾ ഒരിക്കലും ഇപ്പൊ പെൺകുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾ അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ആദ്യം ഓവർ മേക്കപ്പ് ചെയ്യാതിരിക്കുക. ഓവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ പോസ് വരും, അങ്ങനെ ഭയങ്കര ഡാർക്ക് സർക്കിൾസ് വരും, അങ്ങനെ ഭയങ്കര പിന്നെ ഇത് സാധാരണ പെൺകുട്ടികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സിനിമാ നടികളാവുകയാണെങ്കിൽ കല്യാണമേ കഴിക്കരുത്. കല്യാണം കഴിച്ച സൗന്ദര്യം പോകും, എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഞാൻ കല്യാണേ കഴിച്ചില്ല. അതെ, വിവാഹം കഴിച്ചിട്ടേ ഇല്ല. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മാഡം? ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചോദിച്ചു എങ്കിലും മാഡത്തിന് ഈ മലയാള സിനിമയ്ക്ക് വേണ്ടി മാഡം എന്തൊക്കെ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്? എനിക്ക് വളരെ വലിയൊരു സംഭാവന ചെയ്യാനാണ് സാധിച്ചത്. അതായത് നിങ്ങളൊന്നും പ്രതീക്ഷിക്കാത്ത ആ സംഭാവനയാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്, ജനത്തിന് അറിയേണ്ടത്. ആ സംഭവം അതായത് കല്യാണം കഴിക്കാത്ത എനിക്ക്
നാലായിരിക്കും. അതെ അതെ നാലായിരിക്കും. കൃത്യമായിട്ട് പറഞ്ഞല്ലോ. 4 ബാലതാരങ്ങളെ മലയാളം സിനിമയ്ക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ സാധിച്ചു. അതെ, ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട്. ഇതെന്താണ് മാഡം? ഇത് വല്ല ജോലിക്കാരൻ മാഡം പിരിച്ചു വിട്ടോ? അവര് ജോലിക്കാരൊന്നുമല്ല. പിന്നെ അതൊക്കെ എന്റെ ഭർത്താക്കന്മാരാ. ഞാൻ പിരിച്ചു വിട്ടതാന്നേ. അവരിപ്പോ തിരിച്ചെടുക്കാൻ പറഞ്ഞ അവന്മാര് സമരം ചെയ്തോണ്ടിരിക്കുക. പാട്ടി തിരിഞ്ഞു നോക്കും.